ഇന്നു പുലർച്ചെക്കെഴുന്നേറ്റപ്പോൾ എന്നുടെ ഹൃദയം നിശബ്ദം. ഇന്നു പുലർച്ചെക്കെഴുന്നേറ്റപ്പോൾ എന്നുടെ ഹൃദയം നിശബ്ദം. തോർത്തുമുടുത്തു കുളിക്കാനായി തൊടിയിൽ കൂടി നടന്നപ്പോൾ അവിചാരിതമൊരു സുമനസ്സുണ്ടെന്നരികെ പൊന്തയിലഭിരാമം. ആടിക്കാറുകളൊഴിയാറായെന്ന് ആമന്ത്രിപ്പൂ മൃദുവക്ത്രം. ആടിക്കാറുകളൊഴിയാറായെന്നാമന്ത്രിപ്പൂ മൃദുവക്ത്രം. പുളകതമാണി ഒന്നാമത്തെ പുതുവർഷാഗമ സന്ദേശം. അരുണമൊരോണപ്പൂവാണയ്യ വരവായി ഓണം വരവായി. അരുണമൊരോണപ്പൂവാണയ്യ വരവായി ഓണം വരവായി. ഉണ്ണിയുണർന്നു മൊഴിഞ്ഞാൻ എന്നോട് എന്നിലുറങ്ങും പൊന്നുണ്ണി. ഉണ്ണിയുണർന്നു മൊഴിഞ്ഞാൻ എന്നോട് എന്നിലുറങ്ങും പൊന്നുണ്ണി. ഉള്ളീർക്കരമുണ്ടിടയിൽ കെട്ടി തുള്ളിക്കൊണ്ടൊരു പൊന്നുണ്ണി. നെറ്റിയിൽ നെഞ്ചിൽ കൈയിന്മേലും മുറ്റും ഭസ്മക്കുറിയിട്ടും നെറുകയിൽ ഊശിക്കുടുമക്കെട്ടിൽ കറുകക്കൂമ്പു ധരിച്ചിട്ടും വട്ടച്ചരടിലൊഴുക്കൻ മോതിരമിട്ടു കഴുത്തിലണിഞ്ഞിട്ടും കൂമ്പാളച്ചെറുകോണക്കീറിൽ കൂടി പഞ്ചപുറത്തിട്ടും പൊന്നേലസും വെള്ളിത്തളയും തന്നിലിണങ്ങിയ പൊന്നുണ്ണി. പൊന്നേലസും വെള്ളിത്തളയും തന്നിലിണങ്ങിയ പൊന്നുണ്ണി. ആ മലർന്നുള്ളിയെടുക്കാൻ ഉണ്ണിക്കോമൽ കൈകൾ തരിക്കുന്നു. തണ്ടു പറിക്കാൻ തണ്ടിലെ നീർ കൈകൊണ്ടു ഞെരിച്ചു പുറം തള്ളി. കാറ്റാനളികയിലൂതി നിറയ്ക്കാൻ നെറ്റിയിൽ ഞേടിയുടയ്ക്കാനും. കാറ്റാനളികയിലൂതി നിറയ്ക്കാൻ നെറ്റിയിൽ ഞേടിയുടയ്ക്കാനും. കുറ്റിത്താടി തലോടി പെരുവഴി വക്കത്തങ്ങനെ നിലകൊള്ളുകെ. അരുതരുതെന്നു വിലക്കി ഞാനാ കുസൃതി തുടിക്കും ശ്രീമാനെ. പാവോ പാടി ഉറക്കി ഞാനാ പാവത്താനെ നിരങ്കുശനെ. ഞാനൊരു പച്ച ശിശുവല്ലല്ലോ പൂനുള്ളിക്കൊണ്ടലയാനും. വട്ടിക്കോണക്കോടി മുറുക്കി തൊട്ടി കഴുത്തിലുടക്കാനും. കറ്റക്കയറും പാടിത്തുയിരറ്റുറ്റവരൊത്തു തിമർക്കാനും. താടി മുളച്ചു പെരുത്തിട്ടും ചില തലമുടി നാരു നരച്ചിട്ടും കുറ്റമില്ല
ചർമ്മവുമില്ലാത്ത കുറ്റമില്ല, ധർമ്മമെന്താണെന്നറിഞ്ഞുകൂടാ, ധർമ്മമെന്താണെന്നറിഞ്ഞുകൂടാ, വിദ്യയരുളുക തമ്പു. പുസ്തകങ്ങൾ അക്ഷരകേരളം പബ്ലിക്കേഷൻസിലൂടെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഏറെ അഭിമാനത്തോടെ, കുറവുകളൊക്കെ പലതും കാണുമായിരിക്കും, എങ്കിൽ പോലും ഏറെ അഭിമാനത്തോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഒരു അവസരം ഒരുക്കി തന്ന ജഗദീശ്വരനോട് നന്ദി പറയാനും ഈ സമയം വിനിയോഗിക്കുന്നു. നമ്മുടെ സംഘടന ആരംഭിച്ചിട്ട് ഒട്ടേറെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് ഇവിടെ ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ആളുകളുടെ എണ്ണം, കസേരകൾ നമ്മൾ 200 പേരെയാണ് ഇന്നേക്ക് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ കർത്തവ്യം. ഞാൻ ഒത്തിരി പറയാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊള്ളാം. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ലീവിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ സംഘടനയുടെ അമ്മ സ്ഥാനം വഹിക്കുന്ന രാധാ പുഷ്പജനാണ്. നമ്മുടെ എല്ലാം അമ്മയായ രാധാ പുഷ്പജനെ ഞാൻ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്കിവിടെ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ തലമുതിർന്ന അംഗവും നമ്മുടെ ഒരു പേരന്റ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മുടെ കൂട്ടായ്മയോട് ഒപ്പം നിൽക്കുന്ന സ്വാമിനാഥ മാഷാണ്. സ്വാമിനാഥ മാഷിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഇവിടെ നമ്മുടെ മഹാകവിയുടെ മകൻ, നമ്മുടെ ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള നാരായൺ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ കൂട്ടായ്മയെ നയിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ കൺവീനറാണ്, ഉപദേശക സമിതിയുടെ കൺവീനറാണ്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ കൂടെയാണ് PC അശോക് കുമാറിനെ അദ്ദേഹം സ്വയം സംസാരത്തിൽ പരിചയപ്പെടുത്തും. നമ്മുടെ എല്ലാ നിർദ്ദേശങ്ങളും നൽകി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അശോക്ജിയാണ്. ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി നമ്മുടെ അതിഥികളെല്ലാം എത്തും. 11 മണിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 11 മണിക്ക് നമ്മളിവിടെ ഉദ്ഘാടനം. അതിനു മുൻപ് നമുക്ക് പ്രഭാഷണം, മറ്റു കാര്യങ്ങളെല്ലാം തീർത്തു പോകേണ്ടതുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രചയിതാക്കള് 50 പേരിൽ 49 ആളുകളും ഇന്നിവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എത്തിച്ചേരുന്ന എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഏറെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി ഒത്തിരി അംഗങ്ങൾ നമ്മോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ രചയിതാക്കളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാം നമ്മളോട് സൗഹാർദ്ദത്തോടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ അക്ഷര കേരളത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഇവിടെ നമ്മുടെ അക്ഷര കേരളത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഫാമിലി മെമ്പേഴ്സ്, ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒട്ടേറെ ആളുകൾ നമ്മോടൊപ്പം ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ അക്ഷര കേരളത്തിന്റെ ഇന്നത്തെ ഈ പുസ്തകോത്സവം, അതോടൊപ്പം തന്നെ മഹാകവിയുടെ 100ാം ജന്മ ദിനത്തിലേക്ക് ഏറെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതോടൊപ്പം സമയവും നമ്മുടെ 1 മണിക്കൂർ നമ്മൾക്ക് ഓടി എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥികൾ 11 മണിക്കാണ് എത്തിച്ചേരുക. എങ്കിലും ഞാൻ അവരെ കൂടി അവരുടെ അസാന്നിധ്യത്തിലും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സച്ചിദാനന്ദ മാഷാണ്. മാഷ് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ പരിപാടിക്ക് 2-3 മാസം മുമ്പേ എത്തിച്ചേരാം, തീർച്ചയായും 18-ാം തീയതി ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ സ്നേഹത്തോടെ നമ്മോട് പറഞ്ഞ
ഡയറിയിലൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പിന്നെ വയ്യാതെ ആയെങ്കിലും ഇന്നത്തെ ദിവസം അദ്ദേഹം 11 മണിക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പോഴേ വന്നിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ ഏറെ സ്നേഹബഹുമാനങ്ങളോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ സതീഷ് ചന്ദ്രൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ എപ്പോഴും തെറ്റും ക്ഷമിക്കണം, സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം 11 മണിക്ക് തന്നെ എത്തിച്ചേരും. നിങ്ങൾ ഗൂഗിളൊക്കെ നോക്കിയാൽ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാം. ചെറുപ്രായത്തിൽ തന്നെ ഒട്ടേറെ പുരസ്കാരങ്ങളുടെ ജേതാവാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പല സംഘടനകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് നമുക്ക് ഇന്ന് വിശിഷ്ടാതിഥിയായി കിട്ടിയിരിക്കുന്ന വ്യക്തി. എന്തുകൊണ്ടും നമുക്ക് ഇന്നത്തെ ഈ 100ാം ജന്മദിനത്തിനേറെ അനുയോജ്യനാണ്. നേരിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രഭാഷണത്തിന് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് രാധമയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 50 പുസ്തക പ്രകാശനം നടത്തിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ പുസ്തക പ്രകാശനം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായ പ്രൊഫസർ സച്ചിദാനന്ദ മാഷാണ്. അദ്ദേഹത്തെ നമ്മളൊരു അതിഥിയായിട്ടല്ല, അദ്ദേഹം നമ്മളുടെ ആതിഥേയനും കൂടിയായിട്ടാണ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം സ്നേഹ നമസ്കാരം. പ്രമുഖമായൊരു ചടങ്ങ് നടത്തുമ്പോൾ നമ്മൾ ദീപം കൊളുത്തിയിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ടാണ് നമ്മൾ ഈ വേദിയിലേക്ക് തുടങ്ങിയത്. ആ തുടക്കം കുറിക്കുമ്പോൾ ആ ദീപത്തിന് പ്രഭ നൽകണമെങ്കിൽ ആര് വേണം? അക്കിത്തം കുടുംബങ്ങൾ തന്നെ വേണം. ഇന്നിപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇന്ദിരാമ്മ എത്തിയിട്ടില്ല. നമ്മളുടെ ഓരോ ചടങ്ങിലും കേരളത്തിന്റെ ഇന്നത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പിൽ 11,000 അംഗങ്ങളും എഴുത്തോല ഗ്രൂപ്പിൽ 4,300ഓളം അംഗങ്ങൾ, അങ്ങനെ 15,000 അംഗങ്ങളുള്ള ഒരു മഹത്തായ അക്കിത്തം മഹാകവിയുടെ അനുഗ്രഹം ഏറെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിന്റെ മഹത്വം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണേ. ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 50 രചയിതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും നമസ്കാരം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ മഹനീയമായിട്ടുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മാതൃഭൂമിയുടേതായിട്ടുള്ള പത്രാധിപർ സുഭാഷ് ചന്ദ്രൻ അവർക്കാണ്. അതുപോലെ മഹനീയമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടിവിടെ ഈ വേദിയെ ധന്യമാക്കാൻ പോകുന്നത് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടുള്ള പ്രൊഫസർ സച്ചിദാനന്ദ മാഷാണ്. അദ്ദേഹത്തിനും നമസ്കാരം അർപ്പിക്കുന്നു. ഇന്ന് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു സുദിനമാണ്. ഈ അക്ഷരകേരളം എന്ന സാഹിത്യ സംഘടന അതിൻ്റെ സ്മരണ മാത്രമല്ല, ഈ വർഷം മുഴുവൻ അക്ഷരകേരളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ ആ സ്മരണയെ ഉൾക്കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും അക്കിത്തത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലാണ് പാലക്കാട് ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അക്കിത്തം വാസുദേവൻ നമ്പൂതിരി, അമ്മ ശേഖു പാർവതി അന്തർജൻ. അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ സേവനം ഏതൊക്കെ രീതിയിലായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് പറയേണ്ടത് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള പുരസ്കാരങ്ങൾ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ധാരാളം അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹം കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററുമായിരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ ഹാർദവമായി ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുന്നു. അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ആലുവയ്ക്കടുത്തുള്ള കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്.
മെറിറ്റ് സ്കോളർഷിപ്പോടെ മഹാരാജാസ് കോളേജിൽ പഠിച്ച് MA മലയാളത്തിന് 1ാം റാങ്ക് നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരങ്ങൾ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, അതുപോലെ ആദ്യ നോവല് മനുഷ്യന് ഒരാമുഖം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. വളരെ ആ നോവലിൽ ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓടക്കുഴപ്പിൽ പുരസ്കാരം, വയലാർ അവാർഡ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം, ബഷീർ അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ ആ പുസ്തകം നേടിയിട്ടുണ്ട്. മനുഷ്യനൊരാമുഖം ഇതുവരെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ബെസ്റ്റ് സെല്ലറുകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. മധ്യേ ഇങ്ങനെ, ദാസ് ക്യാപിറ്റൽ, കാണുന്ന നേരത്ത് എന്നിങ്ങനെ ഓർമ്മക്കുറിപ്പുകളുടെ 3 സമാഹാരങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ മുഖ്യ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു വരുന്നു. മലയാള സാഹിത്യത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പത്രപ്രവർത്തന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോവലുകളിലും ചെറുകഥകളിലും മാത്രമല്ല, കുട്ടികൾക്കായുള്ള രചനകളിലും ശ്രീ സുഭാഷ് ചന്ദ്രൻ ശ്രദ്ധേയനാണ്. മനുഷ്യബന്ധങ്ങളുടെ ആഴവും കേരളീയ ജീവിതത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ മാനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രധാന ആകർഷണം. അദ്ദേഹത്തെ നമ്മുടെ സാഹിത്യ ഉത്സവത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഉദ്ഘാടന സെക്ഷനിലേക്ക് സമയം കളയാതെ തന്നെ പ്രവേശിക്കാം. ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ബഹുമാന്യനായ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു. സുഹൃത്തുക്കളെ, സദസ്സിലെ എഴുത്തുകാരെ, പ്രിയ മിത്രങ്ങളെ, ദീർഘമായ പ്രഭാഷണങ്ങൾ പാടില്ല എന്നാണ് എൻ്റെ ഡോക്ടറുടെ ഏറ്റവും പ്രധാനമായ നിർദ്ദേശം. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അക്കിത്തം ഞങ്ങളുടെ തലമുറയിലെ എല്ലാവരുടെയും എന്ന പോലെ എൻ്റെയും ഒരു ഗുരുഭൂതൻ ആയിരുന്നു. ഇടശ്ശേരിയെയും വൈലോപ്പിള്ളിയെയും കുഞ്ഞിരാമൻ നായരെയും അക്കിത്തത്തെയും ഒളപ്പമണ്ണയെയും ഒക്കെ വായിച്ചാണ് ഞങ്ങൾ കവിത എന്താണ് എന്ന് മനസ്സിലാക്കുന്നതും ചെറിയ തോതിൽ കവിതകൾ എഴുതാൻ ആരംഭിക്കുകയും ചെയ്തത്. അക്കിത്തത്തെക്കുറിച്ചുള്ള ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണം എന്ന് കരുതുന്നില്ല. നിങ്ങളെല്ലാവരും ബലിദർശനവും ഇടിഞ്ഞൊടിഞ്ഞ ലോകവും മറ്റ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും പണ്ടത്തെ മേശാന്തിയും ഒക്കെ ഉൾപ്പെടെയുള്ള കവിതകൾ വായിച്ചിരിക്കും എന്ന പൂർണ്ണവിശ്വാസം എന്ന് പറയാമോ, അർത്ഥവിശ്വാസം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വായിക്കണം എന്ന് എന്നെ പറയാൻ കൂടി അനുവദിക്കുക. കാരണം ഈ കവികളെ വായിക്കാതെ ഒരു കവിക്കും മുന്നോട്ട് പോകാനാവുകയില്ലെന്ന്, ഒരു സഹൃദയനും മുന്നോട്ട് പോകാനാവുകയില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമുക്കറിയാം, അക്കിത്തം കവി മാത്രമായിരുന്നില്ല. അദ്ദേഹം കഥാകൃത്തായിരുന്നു, നാടകകൃത്തായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു,
ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകനായിരുന്നു, മംഗളോദയത്തിൻ്റെ എഡിറ്ററായിരുന്നു, യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു. അങ്ങനെ കേരളീയ നവോത്ഥാനത്തിൽ കൂടി പങ്കുകൊണ്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നതിനേക്കാളേറെ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ കവികളിൽ ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അക്കിത്തം ഓർമ്മിക്കപ്പെടേണ്ടതും എന്നും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുക എന്ന് ഞാൻ കരുതുന്നു. കവികൾ, ഒരുപക്ഷെ എഴുത്തുകാർ മുഴുവൻ തന്നെ ഒരൊറ്റ ഗോത്രത്തിൽ, നാം ട്രൈബ് എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ പെട്ടവരാണ് എന്ന് ആദ്യം മുതലേ വിശ്വസിച്ച് പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരേ ഗോത്രക്കാരായതുകൊണ്ട് അതിലെ വലിപ്പ ചെറുപ്പങ്ങൾ ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല, മറ്റെഴുത്തുകാരെയും ബാധിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. നാം എല്ലാം എഴുതുന്നു, കാലം തീരുമാനിക്കുന്നു ആർ നിലനിൽക്കും ആർ നിലനിൽക്കുകയില്ല എന്നല്ലാതെ ഏതെങ്കിലും രീതിയിൽ പുരസ്കാരങ്ങൾ കൊണ്ടോ മഹത് പദവികൾ കൊണ്ടോ ഒന്നും തന്നെ എഴുത്തുകാർ വലിയവരാവുകയോ ചെറിയവരാവുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം പ്രധാനമായിരിക്കാം. പക്ഷേ അധികം കാലം ജീവിച്ചിരിക്കാൻ പോകുന്നില്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഇതൊന്നും തന്നെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നാം എഴുതുന്നതിൽ നാം ചെലുത്തുന്ന ശ്രദ്ധ സാഹിത്യം ഭാഷാകലയാണ് എന്ന വ്യക്തമായ തിരിച്ചറിവ്, നമ്മുടെ എഴുത്തിലുള്ള സ്നേഹം, അനുകമ്പ, അവനവരോടും ലോകത്തോടുമുള്ള സഹാനുഭൂതി, ഇതെല്ലാം ചേർന്നാണ് ഒരു എഴുത്തുകാരനെ അഥവാ എഴുത്തുകാരിയെ ഒരു വലിയ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആക്കുന്നതിനുള്ള നിലവിളികളോ പ്രാർത്ഥനകളോ ആയി മാറട്ടെ എന്ന ആഗ്രഹത്തോടെ ആശംസകളോടെ ഞാൻ ഈ സമ്മേളനം, പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. പരിപാടിയുടെ അക്കിത്തത്തിൻ്റെ 100ാം ജന്മദിനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവർക്കും അറിയാം, മാതൃഭൂമി എന്ന് പറഞ്ഞാൽ രാവിലെ കണി കണ്ടു ഉണരുന്ന അല്ലേ ഒരു പത്രമാണ്. അപ്പോൾ മാതൃഭൂമിയുടെ മാസികയുടെ ഇതുമാണ് ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തെ പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുകയാണ്. ശ്രീ സച്ചിദാനന്ദൻ, പ്രിയപ്പെട്ട അശോകൻ, നാരായണൻ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സദസ്സിലെ എഴുത്ത് ആരംഭിക്കുന്ന യുവ പ്രതിഭകളെ അല്ലെങ്കിൽ ആരബ്ധ പ്രതിഭകളെ, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ വരെയുള്ള കോഴിക്കോട്ട് നിന്നുള്ള യാത്ര നമ്മുടെ കാലത്തിലെ ഏറ്റവും വലിയ ഒരു കവി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ഈ ചടങ്ങിൽ അദ്ദേഹം പുതിയ കവികളോടും എഴുത്തുകാരോടുമായി ചെയ്ത തൻ്റെ ഗോത്രം എന്ന കവിതയുടെ ആലാപന മധുരിമയിൽ സാർത്ഥകമായി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം അദ്ദേഹം നൽകിക്കഴിഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ഈ ഹാളിലേക്ക് എത്തുക എന്ന് പറയുന്നത് മലയാളത്തിലെ ഏതൊരു എഴുത്തുകാരൻ്റെയും സ്വപ്നമാണ്. ഒരു സദസ്യനായിട്ടെങ്കിലും ഇങ്ങോട്ട് വരിക എന്നുള്ളത്. എന്നാൽ ഇവിടെ നിങ്ങളിൽ പലരും നിങ്ങളുടെ കന്നി പുസ്തകമാവട്ടെ അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിനായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിൽ മലയാളത്തിലെ ഏറ്റവും വരിഷ്ഠനായ ഒരു കവി അധ്യക്ഷത വഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സമ്മേളന ഹാളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു ശുഭോദർക്കം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും കണിശമായിട്ടുള്ള നിദർശനമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രം എന്ന കവിതയുടെ അവസാന വരികൾ നിങ്ങൾ മനസ്സിൽ എഴുതിയെടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഓരോ മനുഷ്യനോടും ഒരു കവിക്ക് ആത്യന്തികമായി ഏതൊരു സാഹിത്യകാരനും, കവിക്ക് മാത്രമല്ല, അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്ക് ഒരു പത്രപ്രവർത്തകന് പോലും
ആത്യന്തികമായിട്ട് പറയുവാനുള്ള മോട്ടോ, ആപ്തവാക്യം എന്ന് പറയുന്ന അതാണ്. ഒറ്റയ്ക്കിരുന്ന് കരയുന്നവനെ, ഒറ്റയ്ക്ക് ദണ്ണിക്കുന്നവനെ ചേർത്ത് പിടിക്കാനുള്ള സഹജമായിട്ടുള്ളൊരു വാസനയാണ് നമ്മളെ അക്ഷരങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് പറയാം. അതിനക്കിത്തം പോലെ ഒരു മഹാകവിയുടെ ജന്മദിനം തന്നെ തിരഞ്ഞെടുത്തുള്ള ആ ഉചിതജ്ഞതയെ ഞാൻ മാനിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. ക്ഷീരസാഗരത്തിലെ കളഹംസത്തെ പോലെ വിഹരിച്ചെഴുതണം. പുറത്തേക്ക് ഭാവിച്ച് നടക്കുന്നതിന് പകരം കരളിൽ സ്ഥലകാല ക്ഷീരസാഗരത്തെ, സ്ഥലവും കാലവും ചേർന്നുണ്ടാക്കുന്ന ഈ പാൽക്കടലിൽ കളഹംസത്തെ പോലെ വിഹരിച്ചെഴുതണം. വിഹരതി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരുപാട് അർത്ഥമുണ്ട്. നമ്മൾ കേൾക്കുന്ന വെറുതെ വിഹാരം മാത്രം. വിഹരിച്ചെഴുതണം. പിന്നെ എഴുതിക്കഴിഞ്ഞതും തിരുത്തിയിടണം. തൂശിപ്പഴുതിൽ നൂലോടിക്കും വിരലിൻ ക്ഷമയോടെ. എഴുതിക്കഴിഞ്ഞതും തിരുത്തിയിടണം. നിങ്ങൾ ഒരുപാട് വട്ടം ഈ 50 പുസ്തകം തിരുത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതിക്കഴിഞ്ഞതും തിരുത്തിയിടണം. തൂശിപ്പഴുതിൽ, സൂചിയുടെ ദ്വാരത്തിൽ നൂലോടിക്കും വിരലിൻ ക്ഷമയോടെ. അതിലേക്ക് നൂല് കയറ്റുന്ന ആ ഏകാഗ്രതയോടെ അതിനെ വീണ്ടും വീണ്ടും പണിത്തരം മികവുറ്റതാക്കാൻ ശ്രമിക്കണം. എന്നെക്കൊണ്ട് ഇതിലേറെ നന്നാക്കാൻ കഴിയുകയില്ലെന്ന് വന്നാലേ നെറ്റി വിയർപ്പ് തുടയ്ക്കാവൂ. അങ്ങനെ ഇരുന്ന് വിയർക്കണം. ഇതിലും മികച്ചതാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വരുമ്പോൾ മാത്രമേ നിങ്ങൾ അത്രയും നേരം ക്ലേശിച്ചതിൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കാവൂ എന്നാണ് ഇന്ന് പിറന്നാൾ ഉള്ള 100ാം പിറന്നാളിലേക്ക് കടക്കുന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും ഒരു വലിയ കവി നിങ്ങൾക്ക് ഈ 50 പേർക്കുമായി തന്ന ഉപദേശം, നിർദ്ദേശം, അത് നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്തും എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ മഹാകവിയുടെ ആ വാക്കുകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എഡിറ്ററായ ഞാനല്ല, എഴുത്തുകാരായ നിങ്ങളാണ് തിരുത്തേണ്ടത്. എല്ലാവരും ഒരുപാട് വായിച്ചു നോക്കി തിരുത്തലുകൾ വരുത്തുക. ഒരുപാട് കടലാസ് കഷ്ണങ്ങൾ കീറി കുട്ടകൾ നിറഞ്ഞ മഹാകവികളുടെ നാടാണ് നമ്മുടേത്. അപ്പോൾ എഴുതി തെളിയണം എല്ലാവരും. ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി സമയമൊന്നും വൈകിക്കുന്നില്ല, പ്രകാശന കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. നോവൽ സുമാ വിജയന്റെ പത്മാലയം എന്ന നോവൽ ആദ്യമായി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമുക്കെല്ലാം ഏറെ സുപരിചിതനായ ഒരു സെലിബ്രിറ്റി കൂടിയാണ്, ശ്രീ രജിത് കുമാർ സാറാണ്. മോട്ടിവേഷൻ സ്പീക്കർ കൂടെയാണ്, പുസ്തക രചയിതാവാണ്. അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് ഒട്ടേറെ നമ്മെ പറ്റി ചിന്തിച്ചു കാണും. ഏതെങ്കിലും അവസരത്തിലൊക്കെ അതൊക്കെ അദ്ദേഹം പറയുമായിരിക്കും. ഏറെ സ്നേഹത്തോടെ രണ്ടുപേരെയും, സുമാ വിജയനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് രജിത് കുമാറിനെയും ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട നമ്മുടെ വിശേഷ അതിഥി ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കണം. എല്ലാവരും ചേർന്ന് നല്ല ഒരു നിറഞ്ഞ കയ്യടികളോടെ നമ്മുടെ ഈ പുസ്തക പ്രകാശനത്തിന്റെ ഈ മഹത് കർമ്മത്തെ ധന്യമാക്കി തീർക്കണം. എല്ലാ വിശിഷ്ട അതിഥികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പുസ്തക പ്രകാശനം ഈ വേദിയിൽ നടക്കുകയാണ്. മലയാള സാഹിത്യത്തിന് മലയാള അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഒരു നോവൽ സുമാ വിജയന്റെ പത്മാലയം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. മഹാകവി സ്മാരക സംഘടനയായ അക്ഷര കേരളത്തിന്റെ അഗൈതവമായ നന്ദി. വ്യക്തിത്വത്തെല്ലാം അടുത്തത് രഞ്ജീഷാണ്. രഞ്ജീഷിനെ വേദിയിലെത്തിക്കുന്നതിന് വേണ്ടി ആദ്യമുണ്ടെങ്കിൽ പോലും എഴുത്തിലെ മികവ് കൊണ്ട് പിച്ചകത്തിലെ യക്ഷി എല്ലാവരും തന്നെ വായിക്കാൻ പറ്റിയ വായിക്കണം. രാത്രി ഒന്നും വായിക്കരുത്, ചിലപ്പോൾ പേടിയാകും. യക്ഷിയുടെ കഥയാണ്, മണിരക്കങ്ങളൊക്കെ കേൾക്കാം. എല്ലാ കവിതകളും വായിച്ച 2 പേരാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം ഞാനും, ഒരെണ്ണം ഇവിടെ ദീപാജി ഉണ്ട്. ഞങ്ങൾ 2 പേരും ഇതെല്ലാം വായിച്ച് ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. കുറവുകൾക്കിടയിൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാം തികഞ്ഞ നമുക്കിടയിൽ എഴുത്തുകൊണ്ട് വളരെ മുന്നിലെത്തി നിൽക്കുകയാണ് രഞ്ജീഷ്. ഒത്തിരി ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ന സമാഹാരവുമായി മികച്ച രചനകളാണ് അദ്ദേഹത്തിൻ്റെത്. ഉണ്ണീഷ്ണ സാറിന്റെ പുസ്തകം ഈ ധന്യമായ മുഹൂർത്തത്തിൽ
പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഉൾവിളികൾ ഉയരവേ പേരൊളി എന്ന പുസ്തകം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് രജനി ടീച്ചറൊപ്പം അക്ഷരകേരളത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വരുന്ന മാഷിന്റെ കൂടെ സരസ്വതി ദിവാകരൻ മുഖപുസ്തകത്താളുകളിലെ നിത്യ മുഖമാണ്. പ്രകാശനം ചെയ്യപ്പെടുകയാണ്. രചനകൾ തന്നെയാണ്. ഈ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യണം. പരസ്പരം കിനാവിന്റെ പരിദേവനങ്ങളാണ്. എന്റെ നാക്ക് ഒളിപ്പിക്കുന്നതാണ് ടീച്ചറിന്റെ. പകൽക്കിനാവിന്റെ പരിദേവനങ്ങളുമായി ശ്രീദേവി ടീച്ചർ. എഴുത്തു വഴികളിൽ എല്ലാവരും ഏറെ പ്രിയപ്പെടട്ടെ. അടുത്തത് ഏറ്റുവാങ്ങുന്ന നാരായണൻ സാർ, നമ്മുടെ രക്ഷാധികാരിയും മികച്ച ഒരു, നിങ്ങൾക്കറിയാമല്ലോ, മഹാകവി അക്കിത്തത്തിന്റെ ജീവചരിത്രം എഴുതിയ അദ്ദേഹത്തെ ഇവിടെ ഒന്നും കാണാനും കിട്ടില്ല. മിക്കവാറും വിളിക്കുമ്പോൾ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള എഴുത്തുകാർ, മലയാളികളായ പ്രശസ്തരും അപ്രശസ്തരും പ്രശസ്തരും. പ്രേമ ശ്രീകുമാറാണ് വസന്ത പൗർണമി എന്ന ഉഷ മോഹന്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കാളിയാകുന്നത്. കിനാവിന്റെ ഇതളുകളുമായി ധന്യ മനോജിന്റെ കിനാവിന്റെ ഇതളുകളാണ് അടുത്തത് നിലാവൊഴുകുന്ന താഴ്വരയുമായി മണിയമ്മ സുന്ദരത്തിന്റെ അക്ഷരകേരളത്തിന്റെ ഒരു സമാഹാരമാണ് ആനന്ദ വിശ്വം നിനവ് എന്ന കേരളത്തിന്റെ മറ്റൊരു ഭാരവാഹി കൂടിയാണ് ആനന്ദ വിശ്വം ആണ്. എല്ലാവർക്കും സന്തോഷിക്കാം. നമ്മുടെ ബാഷ്പാഞ്ജലി. അടുത്തത് ബേബി സുരേഷിന്റെ മയിൽപ്പീലിയാണ്. ഉറക്കമെങ്കിലും പോകും കേട്ടോ കൈയടിക്കുമ്പോഴേ. ആഹാരമാണ് അടുത്തതായി പ്രകാശനം ചെയ്യപ്പെടുന്നത്. കവിയത്രിയാണ് ബിന്ദു ഈശ്വപ്പന്റെ ലളിതാംബരം എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. എന്റെ കഥയല്ലേന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഉഷാ ദേവിയുടെ സ്പർശം എന്ന കഥാസമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. താങ്ക് യു. അക്കിത്തത്തിന്റെ വാങ്ങിയിരിക്കുന്നു പുസ്തകം. അടുത്തത് മൗന നൊമ്പരം, ഓമന മോഹൻദാസിന്റെ കഥകളാണ്, കഥാസമാഹാരമാണ്. ഏറ്റുവാങ്ങുന്നത് ശ്രീ ജോയ് എൻ മണ്ണത്തൂരാണ്. മൗന നൊമ്പരം എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നു. പ്രകാശനം ചെയ്യുന്നത് ശ്രീ സുഭാഷ് ചന്ദ്രൻ. 2 പുസ്തകങ്ങളാണ് ഓമന മോഹൻദാസിന്റേതായിട്ടുള്ളത്. അടുത്തത് കുളിരണിയും തെന്നൽ, ഓമന മോഹൻദാസിന്റെ കുളിരണിയും തെന്നൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അക്ഷരകേരളം പബ്ലിക്കേഷൻസും പുസ്തകങ്ങളുണ്ട്. പ്രണയ തമ്പ്രാട്ടി മനോഹരമായ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഗൃഹനില സാക്ഷി എന്ന മറ്റൊരു സമാഹാരവും പ്രകാശനം ചെയ്യപ്പെടുന്നു. സുഭാഷ് സാറ് ഈ പുസ്തകം പൊതിഞ്ഞ ആളെ വഴക്ക് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. എന്നാലും 50 പുസ്തകങ്ങൾ മാറി ബുദ്ധി പൊട്ടിച്ചത് ക്ഷമിക്കണം. പ്രണയ തമ്പ്രാട്ടി, ഗൃഹനില സാക്ഷി എന്നീ 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അടുത്തത് സരോജിനി ചന്ദ്രന്റെ സുഹൃദാരവം. സരോജിനി ടീച്ചറുടെ സുഹൃത്തും സഹപാഠിയുമാണ്. 2 കൂട്ടുകാരാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കാളികളാകുന്നത്. സുഹൃദാരവം. അടുത്തത് ഗോപിനാഥൻ നായർ സാറിന്റെ സായന്തനത്തിലെ സുഗന്ധമല്ലികളാണ്. ഗോപി സാറിനൊന്ന് കടത്തി മുട്ട സാറിനാണ് നമ്മളെല്ലാവരും വിളിക്കുക. മുഖപുസ്തകത്താളുകളിലേറെ സുപരിചിതനാണ്. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അദ്ദേഹം നമുക്ക് പുസ്തകമാക്കാൻ കവിതകൾ തന്നത് പാട്ട് പാടിയാണ് കവിതകൾ തന്നത്. അദ്ദേഹത്തെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. അവസാനം അദ്ദേഹം വളരെ ഭംഗിയായി അതെല്ലാം എനിക്ക് എഡിറ്റ് ചെയ്തു തരികയുണ്ടായി.
ഈ പ്രായത്തിലും ഏറെ നമ്മൾ കാണേണ്ട ഒരു കാര്യങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സുണ്ടെങ്കിൽ എല്ലാം തന്നെ സാധിക്കും എന്നുള്ളത്. സായന്തനത്തിലെ സുഗന്ധമല്ലികൾ. അകതാരിലെ മാണിക്യം, ദീപ്തി VK. അടുത്ത പുസ്തകം ദീപ്തി VKയുടെ അകതാരിലെ മാണിക്യമാണ്. ദീപ്തി നമ്മുടെ അക്ഷര കേരളത്തിന്റെ ഒരു അഡ്മിൻ കൂടിയാണ്. കോഴിക്കോട് നിന്നും പുസ്തക പ്രകാശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ദീപ്തിക്ക് ആശംസകള്. ഏറ്റുവാങ്ങുന്നത് നമ്മുടെ രക്ഷാധികാരി സ്വാമിനാഥൻ സാറാണ്. അടുത്തത് അജി ബാനു. അജി ബാനുവിന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സഹോദരനും ഫാമിലിയാണ് എത്തിയിരിക്കുന്നത്, പ്രകാശനം ചെയ്യപ്പെടുന്നത്. അടുത്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ റേഡിയോ സുഭാഷിതങ്ങളിലൂടെയും അക്ഷര കേരളത്തിലൂടെയും നിങ്ങൾക്കെല്ലാം സുപരിചിതനായ പ്രൊഫസർ ഡോക്ടർ A. സ്വാമിനാഥൻ സാറിൻ്റെ സുഭാഷിതങ്ങൾ എന്ന ഒരു പുസ്തകമാണ്. എല്ലാവർക്കും വാങ്ങി വായിക്കാം. വളരെ അറിവ് പകരുന്ന, നമ്മുടെ ചിന്തകൾക്ക് കരുത്തേകുന്ന ഒരു പുസ്തകമാണ് സുഭാഷിതങ്ങൾ. പ്രൊഫസർ സ്വാമിനാഥൻ സാറ്. അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ നിൽക്കുന്ന നാരായണൻ സാറാണ്, അതുല്യ പ്രതിഭയാണ്, അവതാരിക എഴുതിയിരിക്കുന്നത്. വളരെ നല്ലൊരു പുസ്തകമാണ്. അങ്ങനെ മാതൃഭാഷയ്ക്ക് സമർപ്പിക്കപ്പെടുകയാണ്. സുഭാഷിതങ്ങൾ പ്രൊഫസർ സ്വാമിനാഥൻ സാറ്. ഷീല ടീച്ചറെ എല്ലാവർക്കും അറിയാം, മുഖപുസ്തകത്താളുകളിൽ എഴുതപ്പെടുന്നു. ഇതിൻ്റെ അപ്പുറം രാധമ്മ നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങളും ഇവരെയാണ്. ഗുൽമോഹർ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെടുന്നു. ഹരീഷ്, സഹ രചയിതാവും കവിയുമായ ഹരീഷാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ഗുൽമോഹർ. അതിനുശേഷം രാഗമാലിക, സരസ്വതി അമ്മ ടീച്ചറുടെ രാഗമാലിക. ഹസ്ബൻഡ് മാഷു കൂടെ. മാഷയും കൂടെ വിളിക്കണം. മാഷുവ തിരുവനന്തപുരത്ത് നിന്നും പുസ്തക പ്രകാശനത്തിനായി എത്തിച്ചേർന്ന നമ്മുടെ അഡ്മിൻ കൂടിയാണ് സരസ്വതി ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 സുഭാഷിത രചയിതാക്കളാണ് സരസ്വതി അമ്മ ടീച്ചറും നമ്മുടെ രാധാപുഷ്പജനും. സരസ്വതി അമ്മ ടീച്ചറെ രചനകളിലൂടെ സുപരിചിതയാണ്. ടീച്ചറും മാഷും ചേർന്ന് ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കാളികളാകുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നു പ്രൊഫസർ സ്വാമിനാഥൻ സാറ്. നിഴൽ വീണ വഴിയിലെ ഗന്ധരാജ പുഷ്പങ്ങളാണ്. ഡോക്ടർ ദീപയുടെ പുസ്തകമാണ്. നിഴൽ വീണ വഴിയിലെ ഗന്ധരാജ പുഷ്പങ്ങൾ, ഡോക്ടർ ദീപ. ഏറ്റുവാങ്ങുന്ന പ്രൊഫസർ സ്വാമിനാഥൻ സാറാണ്. സുനിൽ സോമയുടെ മാനസനിളയിലെ മഞ്ചീരധ്വനികൾ എന്ന കഥാസമാഹാരമാണ്. ഫാമിലിയെ കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. സോമയാണ്. രണ്ടുപേരും നമ്മുടെ അക്ഷര കേരളത്തിന്റെ അഡ്മിന്മാരാണ്. ഭാര്യയുടെ പേര് സോമ എന്നായതുകൊണ്ട് ഭർത്താവിന്റെ പേരിന്റെ പുറകില് സുനിൽ സോമ എന്ന് ചേർത്തുകൊണ്ട് നമുക്ക് മാതൃകയായ സുനിലിന്റെ ഒരു പുസ്തകം കൂടെയാണ്. സോമ സുനിലും സുനിൽ സോമയും ഒപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്തത് സുധാമൻ ടീച്ചറുടെ നിറമിഴി സാക്ഷി. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നാരായണൻ സാറാണ്. നിറമിഴി സാക്ഷി. അടുത്തത് കുഞ്ഞാപ്പി കവിതകളുമായി ജോമ കുഞ്ഞുഞ്ഞി. പാട്ടുകളും നിറമുള്ള ചിത്രങ്ങളുമായി കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത്. ജോമ കുഞ്ഞുഞ്ഞിയുടെ കുഞ്ഞാപ്പി കവിതകൾ. പേര് കൊണ്ട് ഒത്തിരി വട്ടം കറക്കിയതാണ്. ജോമ കുഞ്ഞുഞ്ഞി. തെറ്റിക്കേണ്ട ആരും, എനിക്ക് കുറെ തെറ്റിയതാണ്.
കുഞ്ഞാപ്പി കഥകൾക്ക് എല്ലാവിധ ആശംസകളും. അടുത്തത് ബേബി ടീച്ചർ. പാവം പോലെ ഇരുന്നാലും ഭാവം കൊണ്ട് ഭയങ്കര സംഭവമാണ്. കുറെ ചീത്തയും ദേഷ്യവും പ്രഷറും ഒക്കെ. അപ്പോൾ ടീച്ചറുടെ അനുജിത്തിയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ടീച്ചർക്കും അനുജിത്തിക്കും ആശംസകൾ. വസുന്ധരയുടെ വാൽക്കണ്ണാടി, അതിലും ഒത്തിരി നല്ല കവിതകളുണ്ട്. അടുത്തത് ആത്മഗീതം, ഇന്ദുലേഖ. കാഴ്ചയാണ്. കുഞ്ഞോവെ പുസ്തകം വാങ്ങിച്ചോ? അടുത്തത് ഉൾക്കാഴ്ച. റേഡിയോ കുസൃതികളുമായി രാധാകൃഷ്ണൻ സൗപർണിക. രാവിലെ തന്നെ നേരത്തെ വന്ന് റേഡിയോയിലാണ്, കൊച്ചി റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാവിധ ബാനർ കെട്ടുന്നത് തുടങ്ങിയ എല്ലാവിധ സഹായങ്ങളും തന്നുകൊണ്ട് നമ്മോടൊപ്പം നിന്ന റേഡിയോ കുസൃതികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. രാധാകൃഷ്ണൻ സൗപർണികയുടെ റേഡിയോ കുസൃതികൾ. നിത്യേന നമ്മുടെ അക്ഷര കേരളത്തിൽ ഈ റേഡിയോ കുസൃതികൾ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ്. കൊച്ചി റേഡിയോയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ദീപ ജോർജിന്റെ ഉൾക്കാഴ്ച എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് അശോക്ജിയാണ്, നമ്മുടെ ചെയർമാൻ കൂടെയാണ്. അശോക് കുമാർ PC ഡയറക്ടറാണ്. ഒരു ധനകാര്യ സ്ഥാപനം ഫിൻസർവ് നമുക്ക് വേണ്ട സ്പോൺസർഷിപ്പും എല്ലാം ചെയ്തു വരുന്ന പ്രോലാൻഡ് ഫിൻസർവിന്റെ MD ആണ്. മാഷ് ഏറ്റുവാങ്ങുന്നു. മാഷ് അധികം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. കൽപ്പന സ്വന്തമാണ്. ഏറെ വായിക്കപ്പെടട്ടെ. അറിയപ്പെടുന്ന ഒരു അച്ഛന്റെ അറിയപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു മകന എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ്. കവിതാ സമാഹാരമാണ്. രചിത അജിത്തിന്റെ വാക്കുകൾ പൂക്കുമ്പോൾ. ഒത്തിരി പുഷ്പങ്ങൾ. അടുത്തതായിട്ട് അപ്രതീക്ഷിതമായ ഒരു ചടങ്ങാണ്. അത് ഷെഡ്യൂൾഡ് അല്ല. അക്ഷര കേരളത്തിൻ്റെയും അക്ഷര കേരളം പബ്ലിക്കേഷൻസിൻ്റെയും എല്ലാമായ അക്ഷര കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശൈലജ സീനയുടെ പ്രവർത്തനങ്ങൾക്കും സഹായത്തിനും ഒരു നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത കൊടുക്കുന്ന സമ്മാനം, സ്നേഹോപഹാരം. കൈക്കൂലിയൊന്നും അല്ല കേട്ടാ, അത് ആരും വിഷമിക്കരുത്. ഒരു ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തായി കരുതുകയാണെങ്കിൽ 2025 മാർച്ച് 18 100-ാം ജന്മദിനം നമ്മൾ കരുതുന്നത് വലിയ തെറ്റൊന്നുമില്ല. എന്നാണ് അക്ഷര കേരളം ഇപ്പോൾ, അതുകൊണ്ടാണ് അക്ഷര കേരളം ഇന്ന് ഈ ദിവസം അത് ആചരിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ വേദിയിലിരിക്കുന്ന എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും വളരെ പ്രിയപ്പെട്ടവരാണ്. സച്ചിദാനന്ദൻ മാഷായാലും സുഭാഷ് ചന്ദ്രനായാലും അശോക് കുമാർജി ആയാലും സ്വാമിനാഥൻ സാറായാലും വേദിയിലല്ല സദസ്സിലിരിക്കുന്നവർ നമുക്ക് ആണ്. അക്കിത്തം അക്ഷര കേരളം എന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ അച്ഛൻ മരിച്ചപ്പോൾ സ്വാഭാവികമായും രൂപപ്പെട്ടു വന്നതാണ്. എൻ്റെ സുഹൃത്ത് അശോക് ജി, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു. സന്തോഷമുണ്ട്. പക്ഷേ ഇത്രയും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പരിപാടികളൊക്കെ ആലോചിക്കുമ്പോൾ വലിയ ജനപിന്തുണയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുമായിട്ട് വീട്ടിലേക്ക് പല വിവാഹാലോചനകളുമായിട്ട് പലരും വരും. അപ്പോൾ വിവാഹം കഴിക്കാൻ വരുന്നവരോട് എൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടികൾ ഒരു ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കണം. അതെന്താണ്? നിങ്ങൾ കവിത വായിക്കുന്നവരാണോ? നിങ്ങൾ കഥാപുസ്തകം വായിക്കുന്നവരാണോ? നിങ്ങൾ നോവൽ വായിക്കുന്നവരാണോ എന്ന് നിങ്ങൾ ചോദിച്ചിരിക്കണം. അത് അച്ഛനൊരു നിർദ്ദേശമായിരുന്നു. എന്താണ് എന്നിട്ട് അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കത് ആലോചിക്കുമ്പോൾ ചിരി വരിക. ഈ വായിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വിവാഹം കഴിക്കാം.
വായിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ കൂടുതൽ അവരെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത് മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന എന്തോ ഒരു ഘടകം സാഹിത്യത്തിലുണ്ട് എന്നും അത് നിലനിർത്തുന്ന ഒരു കൂട്ടായ്മയാണ് സാഹിത്യമെന്നും അത് അതിലേക്കുള്ള ഒരു ചിന്ത അത് ഈ വായിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നും ആ കുട്ടികളെ ബോധവൽക്കരിക്കുകയായിരുന്നു. അത് ആ ഒരു ചിന്ത മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അക്ഷര കേരളവും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്ന സദസ്സിലും വേദിയിലും വന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വൈകാരികൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന പ്രൊഫസർ സച്ചിദാനന്ദൻ മാഷിന് അക്ഷര കേരളത്തിൻ്റെ സ്നേഹാദരം സമർപ്പിക്കുന്നു. അക്ഷര കേരളത്തിൻ്റെ സാരഥികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. അടുത്തത് നമ്മുടെ വിശിഷ്ട ആതിഥിയും പുസ്തക പ്രകാശനങ്ങൾ 50 പുസ്തകങ്ങൾ അറിഞ്ഞു പോലുമില്ല പ്രകാശനം നടന്നത്. അത്ര തന്മയത്വത്തോടെ ബുദ്ധിമുട്ടൊന്നും കാണിക്കാതെ പ്രകാശനം നിർവഹിച്ചു. സുഭാഷ് ചന്ദ്രന് നമ്മുടെ എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്. സ്നേഹാദരം, അക്ഷര കേരളത്തിന്റെ സ്നേഹാദരം. കൂടുതൽ ചെറിയ വാക്കുകളും അക്ഷരങ്ങളും കവിതകളും എഴുതി സൂക്ഷിച്ചത് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്തു. എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീമാൻ പട്ടണക്കാട് പുരുഷോത്തമൻ എന്നാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിട്ടില്ല. കഥാ സമാഹാരം പിച്ചകത്തിലെ യക്ഷി. പിന്നെ ഞാൻ പെരുമ്പടപ്പ് സ്കൂളില് പിയൂണായി വർക്ക് ചെയ്യാണ്. പിന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതെല്ലാവരോടും നന്ദി, സ്നേഹം, സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ പേര് ജോമകുഞ്ഞനാണ്. ഒറിജിനൽ പേര് ജ്യോതി വിശ്വനാഥനാണ്. എൻ്റെ അമ്മ എന്നെ ജോമാന്ന് വിളിക്കുന്നത്. അപ്പൊ അമ്മയോട് പേരാണ് ജോമാത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കുഞ്ഞുണ്ണി, എൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു കൊച്ചുകാരെ പോലെ ആയതുകൊണ്ടാവാം ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ചേർത്ത് വയ്ക്കാൻ കുഞ്ഞുണ്ണിന്ന് വിട്ടത്. അപ്പൊ എൻ്റെ പെണ്ണേമാണ് ജോമ കുഞ്ഞുണ്ണി. ശരി പറഞ്ഞ് ഞാൻ എഴുത്തൊന്നും അങ്ങനെ നടത്തിയില്ല. എൻ്റെ മോക്ക് വേണ്ടിയിട്ട് വെറുതെ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത പാട്ട് പോലെയാണ്. അപ്പൊ അതാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഇതിൽ ഞാൻ എഴുതി കൊടുത്ത ഒരു കവിത ചൊല്ലിയിരിക്കുക. ഒരു കുഞ്ഞു സ്റ്റേറ്റസാണ്. കൊച്ചു പോയപ്പോൾ മോള് ചോദിച്ചത് എന്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഞാൻ പാടാട്ടോ. കൂടി മണ്ണിലെ കൂനയിൽ വെള്ളി നൂലുകൾ പാകിക്കൊണ്ട് കുഞ്ഞരച്ചിന്റെ കുട്ടികളി കുഞ്ഞു കൊമ്പുകൾ കാട്ടിക്കൊണ്ട് കൂടി മണ്ണിലെ പ്രയാണം. അപ്പൊ മോക്കേണ്ടി എഴുതാട്ടോ. അപ്പൊ ഇത് കാണിച്ചപ്പോ കവിതയാണോ കവിത ചെല്ലാവോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം. മഹാകവി അക്കിത്തത്തിൻ്റെ 100ാം ജന്മദിനമായി ഇന്ന് ആഘോഷിക്കുകയാണ്. 50 കഥാകൃത്തുക്കളുടെ പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്ത് ഇതിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ഡോക്ടർ ജി സാറിൻ്റെ കൂടെ ഉണ്ട്. അതിനെപ്പറ്റി 2 വാക്ക് സാറെന്ന് പറയുന്നതായിരിക്കും. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വലിയ പ്രതിഭകളാണ് ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പേർ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ അക്കിത്തം, മഹാകവി അക്കിത്തത്തിൻ്റെ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറ്റി പറയുന്ന ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹമാണെന്ന് ക്ലിയർ കട്ടായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് ഇന്നാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ആരാധ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് സച്ചിദാനന്ദൻ സാർ, പ്രൊഫസർ
അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു, അപ്പോൾ പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ഇന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വണങ്ങാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ഇന്നൊരവസരം കിട്ടി. ഇതെല്ലാം സുമാ വിജയൻ എന്ന എഴുത്തുകാരിയുടെ ഒരു പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ സുമയിലൂടെയാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എത്താനും സുമയുടെ പുസ്തകം ഇന്ന് പ്രകാശനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു. ആടിക്കാറുകളൊഴിയാറായെന്ന് ആമന്ത്രിപ്പൂ മൃദുവക്ത്രം. ആടിക്കാറുകളൊഴിയാറായെന്നാമന്ത്രിപ്പൂ മൃദുവക്ത്രം. പുളകതമാണി ഒന്നാമത്തെ